സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. தொடர்ந்து வரும் நீதானே மெய்யெழுத்து, நான் போடும் கையெழுத்து அன்பே. உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் എൻ്റെ പൊന്നു വാപ്പ, ഇറ്റ്സ് ഓൾമോസ്റ്റ് 9:30. എനിക്ക് ചാനലിലോട്ട് പോകാനുള്ള ടൈമാണ്. കുറേ നേരമായല്ലോ വാപ്പ പറഞ്ഞവൻ വരാമെന്ന് പറഞ്ഞിട്ട്, ഇതുവരെ വന്നില്ലല്ലോ. ഇതാണോ അവൻ്റെ പഞ്ച്വാലിറ്റി? ഈ പോക്കാണെങ്കിൽ നമ്മുടെ പ്ലാനെല്ലാം നടക്കും. നല്ല ദേഷ്യം വരുന്നുണ്ടേ പാപ്പ എനിക്ക്. എന്റെ ഫിദ, നീ അങ്ങോട്ട് ചെന്നെന്ന് പറഞ്ഞ നിന്റെ ചാനലൊന്നും ആരും എടുത്തോണ്ട് പോകുന്നില്ല. നീ ഇങ്ങനെ കിടന്ന് കടിഞ്ഞു പൊട്ടിക്കാതെ, അവരിപ്പോ വരും. പിന്നെ പ്ലാൻ നടക്കൂലെന്നൊക്കെ ഇബ്രാഹിമിനറിയാം. നിന്റെ ബാപ്പായോണ്ട് പറയല്ല, എല്ലാം നടത്തിയിരിക്കും. അതിന് തന്നെയാ അവനുമായിട്ട് ഞാൻ കൂട്ടുപിടിച്ചത്. നീ ഒന്ന് അടങ്ങ്, ആദ്യം അവൻ വരട്ടെ. ഗുഡ് സിറ്റുവേഷൻ. എന്നെ ഇങ്ങോട്ട് ഫിദ മാമിന് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ ഇബ്രാഹിം സാറേ. പഞ്ച്വാലിറ്റിയുടെ കാര്യത്തില് ഞാൻ കുറച്ചല്ല നല്ല പിറകിലോട്ടാ ഫിദ മാം. പിന്നെ മാം ഈ പഞ്ച്വാലിറ്റി നോക്കിയിട്ടൊക്കെയാണ് പകരം വീട്ടാൻ നടക്കുന്നതെങ്കിൽ ഞാനുമായിട്ട് അങ്ങ് ഒത്തുപോകുന്നു തോന്നുന്നില്ല. നോ അങ്ങനെയൊന്നുമില്ല ആൽബിൻ. ആൽബിൻ ഇരിക്കും. ഫിദ വന്നിരിക്കും. മോള് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് സ്ട്രിക്റ്റാ. അവക്ക് ചാനലിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ആൽവിൻ 7 മണിക്ക് വരുമെന്ന് പറഞ്ഞ് അപ്പം തൊട്ട് ഞാൻ അവളവിടെ പിടിച്ചു നിർത്തിയിരിക്കുക. അതുകൊണ്ടുള്ള ദേഷ്യമാണ്, കാര്യമാക്കണ്ട. ആൽവിൻ നാട്ടിലെത്തിയിട്ട് ഒരാഴ്ച ആവത്തില്ലേ? ഇത്രയും ദിവസം എവിടെയായിരുന്നു? അല്ല, ആൽവിൻ വരുന്നതിന് മുമ്പേ എന്നെ വിളിച്ചതായിരുന്നു, കാണാനും പറഞ്ഞതാ. എന്നിട്ട് ഇതുവരെ കാണാൻ വന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷെ ഇതിനുള്ള മറുപടി പറയുന്നതിന് മുമ്പേ എനിക്ക് ഫിദ മാമിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. മാഡം, ഇന്നലെ ഒരു പെൺകുട്ടിയെ കാണാതായില്ലേ? ആ കുട്ടിയെ കിട്ടിയായിരുന്നോ എവിടെയെങ്കിലും വെച്ച്? നോ, ഐ എം നോട്ട് എ പോലീസ്. ഞാനൊരു ചാനൽ നടത്തുന്നു പറഞ്ഞ് എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. ഏതായാലും എൻ്റെ ഒരു അറിവിൽ ഇതുവരെ ആ പെൺകുട്ടിയെ കിട്ടിയിട്ടില്ല. വൈ ആർ യു ആസ്കിങ് ദിസ്? നീ എന്തിനാ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്? ബിക്കോസ് ആ പെൺകുട്ടിയെ ഞാൻ കൊന്നതുകൊണ്ട്. സമ്മ പീസ് ആയിരുന്നു അത്. ഐ എൻജോയ്ഡ് ഇറ്റ് വെരി മച്ച്. എനിവേ മാഡം, ഒരു കേസിന്റെ പുറകെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുന്നതുകൊണ്ട്
ആണ് ഞാനിത് പറഞ്ഞത്. സമാധാനപ്പെടും. കണ്ടുപിടിക്കാൻ അവളുടെ ബോഡി പോലും കിട്ടില്ല. ഇത് വല്ല റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഐ ഡോണ്ട് കെയർ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം വേറെ ഇല്ലേ, നമുക്ക് സംസാരിക്കേണ്ട കാര്യവും വേറെ ഇല്ലേ. ഇവിടം വരെ വന്നതുകൊണ്ട് മാഡത്തിന് ഞാനൊരു സന്തോഷ വാർത്ത കൊടുത്തതേ ഉള്ളൂ. അതാരാന്നറിയാതെ കുറച്ചു നേരം മാഡം അതിനുവേണ്ടി തല പുകച്ച് കാണത്തില്ലേ. ഇനി അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പൊ ഇബ്രാഹിം സാറേ, എന്താണ് പ്ലാൻ? What the fuck? Are you crazy? എങ്ങനെയാ ഒരു പെൺകൊച്ചിനെ കൊന്നിട്ട് നിനക്ക് ഇങ്ങനെ വന്നിട്ട് പറയാൻ തോന്നേ? ഹേ, കൂൾ 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 കൂൾ. ആരാ ഈ പുണ്യഭാഗ്യം വരുത്തുന്നേ? ഇന്ദ്രജിത്ത് ദേവശങ്കറിനെ കൊല്ലാൻ നോക്കുന്ന ആളോ, അതോ അയാളുടെ നാശം കാണാൻ ഇറങ്ങി തിരിച്ചവളോ, അതോ എന്റെ ഇച്ഛായന് വേണ്ടി അലമുറയിട്ട് കരയുന്നവളോ? അർഹത ഉള്ളത് മാത്രം ചോദിച്ചാൽ മതി. എനിക്ക് വേണ്ടത് അവള് തന്നില്ല, വാശി പിടിച്ചു, കൊല്ലേണ്ടി വന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അവിടെ തീർന്നു. ഇനി അതിനെ കുറിച്ച് സംസാരിക്കരുത്. ഏകദേശം ഫിദ മാമിന് എന്നെ കുറിച്ച് എന്തായാലും മനസ്സിലായി കാണും. ഓക്കെ, അപ്പോ ഇനി അതിനെ കുറിച്ചൊരു ടോക്ക് നമുക്കിടയിൽ വേണ്ട. നമ്മൾ എന്തിനാണോ വന്നത് അത് മാത്രം സംസാരിക്കാം. ഇബ്രാഹിം സാർ എന്നൊന്നും മിണ്ടാത്തെ. എന്താ പ്ലാൻ? ഫിദ മോളെ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇങ്ങനെ ഒരാളെയാണ് ആവശ്യം. കൺട്രോൾ യുവർ സെൽഫ്. ഓക്കെ, ഇരിക്കും. നോക്ക് ആൽവിൻ, ഇന്ദിര ഗ്രൂപ്പ്സ് കാരണം എനിക്ക് നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എപ്പോഴും. അത് ഇന്ദിര ഗ്രൂപ്പ്സ് കാരണം മാത്രമല്ല, ദേവശങ്കർ കാരണമായാലും, നിന്റെ അച്ഛൻ സക്രിയ ജോൺ കാരണമായാലും, വാസുദേവ് ശങ്കർ കാരണമായാലും എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളൂ. ഈ കളിയിൽ നിനക്ക് റോൾ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കറിയാം നിനക്കെന്തോ നേട്ടമില്ലാതെ ഞാൻ വിളിക്കുമ്പോൾ നീ ഓടി വരില്ല, അതറിയാം. പക്ഷേ എന്റെ ലക്ഷ്യം ഇന്ദിര ഗ്രൂപ്പ്സ് ആണ്. അതെനിക്ക് വേണം. അതിന്റെ പകുതിയും എന്റെ വേർപ്പാ. എന്നിൽ നിന്നും പിടിച്ചെടുത്തതാ അവര് 3 പേരും കൂടി ചേർന്ന്. ഇന്ദിര ഗ്രൂപ്പ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ശിവ ഗ്രൂപ്പ്സ് കിട്ടാൻ യാതൊരു പാടുമില്ല. അതുകൊണ്ട് എന്റെ ലക്ഷ്യത്തിന് കൂട്ടായിട്ട് നീ വേണം. എനിക്കറിയാം നിനക്ക് എന്തോ വലിയ ആവശ്യമുണ്ടെന്ന്. ഇല്ലാതെ ഈ ഒരു ഡീലിന് നീ സമ്മതിച്ച് ഇവിടം വരെ വരില്ലല്ലോ. എന്താ നിന്റെ ആ ആവശ്യമെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. അപ്പൊ ഇന്ദിര ഗ്രൂപ്പ്സ് നേരായ വഴിയിൽ പിടിച്ചെടുക്കാൻ പറ്റൂല എന്ന് ഉറപ്പായല്ലേ? അത് അവരുടെ കഴിവാണ് ഇബ്രാഹിം, അവരുടെ കഴിവ്. തന്റെ വേർപ്പ് അവന്മാര് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ അപ്പന്റെയും അങ്ങേരുടെ കൂട്ടുകാരുടെയും കഴിവാണ്. എന്റെ അപ്പൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, ചത്തുപോയി. അതുകൊണ്ട് നിന്റെ പകരം വീട്ടുന്ന ലിസ്റ്റിൽ സക്രിയ ജോണിനെ നീ കൂട്ടണ്ട. എനിവേ, അപ്പോ നിങ്ങൾക്ക് ഇന്ദിര ഗ്രൂപ്പ്സ് ആണ് വേണ്ടത്. ഇനി എന്റെ ഡിമാൻഡ് ഞാനങ്ങ് പറയാലോ അല്ലേ. എനിക്ക് വേണ്ടത് ഇന്ദിര ഗ്രൂപ്പ്സിന്റെ CEO ആയ ഇന്ദ്രജിത്ത് ദേവശങ്കറിന്റെ ഹസ്ബൻഡ് കാളിദാസ് ശിവപ്രസാദിനെയാണ് എനിക്ക് വേണ്ടത്. കാളിദാസ് ചത്ത അങ്കിത് ചാവും, അങ്കിത് ചത്ത കാളിദാസ് ചാവും. അങ്ങനെയാണ് അവരുടെ കിടപ്പ് വശം. അതായത് ഒരുത്തൻ എന്തെങ്കിലും പറ്റിയ മറ്റവനും തളരും. അതിന്റെ റീസൺ എന്താന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എനിക്ക് വേണ്ടത് കാളിദാസ്, അവനെയാണ്. അതിനാദ്യം ഇന്ദ്രജിത്ത് വിടണം. എന്നാൽ മാത്രമേ എനിക്ക് കാളിദാസിനെ കിട്ടൂ. കാളിദാസ് എന്റെ കയ്യിലുണ്ടെങ്കിൽ അങ്കിത് താനെ അണയും. അപ്പൊ എങ്ങനെ, ഈ ഡീൽ ഓക്കെ അല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവാത്ത അതല്ല ഇബ്രാഹിം സാറേ, ഈ ഡീലിൽ ഫിദ മാമിന്റെ റോൾ എന്താ? ഫിദയ്ക്ക് ഡീലുള്ളത് ഇന്ദിര ഗ്രൂപ്പ്സിനോടോ ഇന്ദ്രയോടോ ഒന്നുമല്ല. ശരിയാ, അവക്ക് വൈരാഗ്യമുണ്ട് ഇന്ദ്രജിത്തിനോട്, ഇന്ദ്രജിത്ത് ദേവശങ്കറിനോട്. അതിന്റെ കാരണം എന്താന്ന് അവൾ എന്നോട് പോലും പറഞ്ഞിട്ടില്ല. ഫിദ, നിന്റെ ഡിമാൻഡ് എന്താന്ന് നീ തന്നെ പറഞ്ഞോ. എനിക്ക് വേണ്ട ഒന്ന് എന്താന്ന് ഓൾറെഡി ഇവ പറഞ്ഞു കഴിഞ്ഞു പാപ്പ. ആദം സക്രിയ ജോൺ, അവന്റെ ചേട്ടൻ, അല്ലെങ്കിൽ അവന്റെ പുന്നാര ഇച്ഛായൻ. ഐ വാണ്ട് ഹിം. എനിക്ക് അവനെ വേണം. അവൻ എൻ്റെ കയ്യിൽ നിന്ന് വേറെ എവിടെയും പോവാതിരിക്കാനാ ആ ന്യൂസ് ഞാൻ തന്നെ എൻ്റെ ചാനലിൽ എടുത്തു കൊടുത്ത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അവരത് തെറ്റിദ്ധരിച്ചു ഇന്ദ്രയോടുള്ള എൻ്റെ വൈരാഗ്യമാണെന്ന്. യെസ്, ഇന്ദ്രയോട് എനിക്ക് ദേഷ്യമുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ബിക്കോസ് എൻ്റെ ഇക്കാക്ക ഇന്നിങ്ങനെയൊക്കെ ആവാൻ കാരണം അവനാ. ആർക്കറിയാത്ത കുറേ രഹസ്യങ്ങൾ എനിക്കറിയാം.
അന്ന് എന്താ അവിടെ നടന്നതെന്നും അന്ന് എന്താ സംഭവിച്ചെന്നും എന്നെ ആരാ കിഡ്നാപ്പ് ചെയ്തതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതൊന്നും ഒരിക്കലും ഞാൻ ആരോടും പറയില്ല. ബട്ട് അതെല്ലാം ഞാൻ ക്ഷമിക്കും. പക്ഷെ ആദം സഖറിയ, ആദം എനിക്കുള്ളതാ. അവരതിനെതിരെ പ്രതികരിച്ച് അത് കള്ളവാന്ന് പറഞ്ഞു വരുമെന്ന് ഞാൻ വിചാരിച്ചപ്പോ ദേവശങ്കർ എന്നെ അവിടെ തോപ്പിച്ചു. ആദമിനെയും ആ കാശിനാഥിനെയും പിടിച്ച് കെട്ടിച്ചു. ഇല്ല, ഒന്നും ഞാൻ അനുവദിക്കത്തില്ല. നോക്ക് ആൽവിൻ സഖറിയ ജോൺ, എനിക്ക് നിന്റെ ഇച്ഛായന വേണം. അതിന് ഏത് വിധേനയായാലും എനിക്ക് കിട്ടിയേ പറ്റൂ ആദമിനെ. ഐ എം സോ സോറി. വേറൊന്നും കൊണ്ടല്ല, ഇന്ദിര ഗ്രൂപ്പ്സ് എങ്ങനെയും നമുക്ക് നേടിയെടുക്കാം, കൊന്നിട്ടായാലും. ഇതിപ്പോ ഇച്ഛായനെ ജീവനോടെ വേണമെന്നാ ഫിദ മാഡം പറഞ്ഞേക്കുന്ന ഇബ്രാഹിം സാറേ. നടക്കത്തില്ല. ഒന്നാമത് ഇച്ഛായനിപ്പോ വേറെ കെട്ടി. ഇച്ഛായന്റെ കാര്യം സംശയം തന്നെയാണ്. എന്റെ ഇച്ഛായനെ എനിക്കറിയാന്നുള്ള പോലെ വേറെ ആർക്കും അറിയില്ല. ഇച്ഛായൻ ആരെയും ഇതുവരെ സ്നേഹിച്ചിട്ടില്ല. ഇപ്പോ എങ്ങാനും ആ കാശിനാഥിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാഡത്തിന് ഇച്ഛായനെ കിട്ടുന്ന കാര്യം പാടാ, നല്ല പാടാ. പിന്നെ വളഞ്ഞ വഴിയിലാണെങ്കിൽ എളുപ്പമാണ്. അപ്പോ ഇന്ദ്രജിത്ത് ദേവശങ്കറിന്റെ നാശം മാഡത്തിന് കാണണ്ടേ? നോക്ക് ആൽവിൻ, എനിക്കിവിടെ 2 ഡിമാൻഡാണ് ഉള്ളത്. അതിലൊന്ന് ഇന്ദ്രജിത്തിന്റെ നാശമാണ്. അതേതായാലും എന്റെ വാപ്പച്ചിയുടെ ആഗ്രഹം നടക്കുമ്പോൾ അതും അങ്ങ് ആ വഴിയെ നടന്നോളും. പിന്നെ 2, ആദമിനെ എനിക്ക് വേണം. അതിന് നിന്റെ ഹെൽപ്പ് കൂടിയേ തീരുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇതിൽ വന്നത്. ഇല്ലെങ്കിൽ ആദമിനെ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ എടുക്കാന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആദമിനെ കിട്ടുന്നത് നീ പറഞ്ഞ പോലെ എനിക്ക് പ്രയാസമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും ഞാൻ അവനെയും കൊണ്ടേ പോകും. അതിനി എന്ത് ചെറ്റത്തരം കാണിക്കേണ്ടി വന്നാലും ഫിദ അത് കാണിച്ചിരിക്കും. എൻ്റെ അടുത്ത നമ്പര് ഞാൻ ഇറക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇന്ദിര ഗ്രൂപ്പ്സിനെതിരെ അടുത്ത എൻ്റെ തോക്കിൻ്റെ കാഞ്ചി ഞാൻ വലിച്ചു കഴിഞ്ഞു. അത് നാളെയോ മറ്റന്നാളോ ദേഹത്ത് തന്നെ കൊണ്ടിരിക്കും. അതായത് ഇന്ദിര ഗ്രൂപ്പ്സിൻ്റെ നടുവിൽ തന്നെ. അതോടെ അവർ പാതി അങ്ങ് ഇടിഞ്ഞു വീഴും. പിന്നെ ശിവ ഗ്രൂപ്പ്സ്, അത് നിങ്ങളുടെ ഇടയിലെ കാര്യമാണ്. എനിക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ. ഞാൻ ഇപ്പം ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഉപകാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദവനെ വേണം, അതും ജീവനോടെ. നിന്റെ ഇച്ഛായനെ, അത് ഫിദയ്ക്കുള്ളതാ. എനിവേ, നിങ്ങളുടെ കോൺവെർസേഷൻ നടക്കട്ടെ. എനിക്ക് ചാനലിലോട്ട് പോകാനുള്ള ടൈമായി. എനിക്ക് അവിടെ നിന്ന് കോള് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ആ പെൺകുട്ടിയെ കാണാതായത് ഓൾ ദി ബെസ്റ്റ്. നിന്നെ ആരും കണ്ടുപിടിക്കാതിരിക്കാൻ. ഓക്കെ? താങ്ക് യു സോ മച്ച് ഫിദ മാഡം ഫോർ യുവർ അഡ്വൈസ് ആൻഡ് വിഷ്. ബൈ. അപ്പൊ സാറേ, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് നാളെ വീട്ടിൽ ചെല്ലാനുള്ളതാ, നല്ല പിള്ളയായിട്ട്. കാളിദാസ് ശിവപ്രസാദ് ആ വീട്ടിലാണ് ഉള്ളത്. ഞാൻ നാളെ എത്തുമെന്നാണ് അവരോട് പറഞ്ഞേക്കുന്നത്. ഫ്രണ്ടിന്റെ വീട്ടിലെന്നാണ് പറഞ്ഞേക്കുന്നത്. നാളെ രാവിലെ എനിക്ക് നല്ലവനായ ഉണ്ണിയായിട്ട് ആ വീട്ടിലോട്ട് എടുത്ത് കയറി ചെല്ലാനുള്ളതാണ്. എൻ്റെ ആത്മമിത്രം അവിടെയാണ് ഉള്ളത്, കാളിദാസ് ശിവപ്രസാദ്. അപ്പോ നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാലോ, അല്ലേ ഇബ്രാഹിം സാറേ? യാ, ഓഫ് കോഴ്സ്, വൈ നോട്ട്. നമ്മുടെ കളികൾ ഇനി തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പോഴല്ലേ ഈ കഥ തുടങ്ങിയത് തന്നെ. അതല്ലെങ്കിലും അങ്ങനെയല്ലേ. ആൽവിൻ എന്ന വില്ലൻ ഇറങ്ങാതെ എങ്ങനെ കഥ മുമ്പോട്ട് പോകും? ഇതുവരെ വില്ലനില്ലാത്ത കഥയാ പ്രേക്ഷകർ കണ്ടത്. ഇനി ഞാനുള്ള കഥ കൂടെ അവരൊന്ന് കാണട്ടെ. ആസി പറഞ്ഞതാ ശരി. എല്ലാം എൻ്റെ തോന്നല, എല്ലാം. അത് കിച്ചുവല്ല, അത് അച്ചുവല്ല, അത് കിച്ചുവാണ്. കിച്ചുവാണ്. ഇത്രയും നേരം അവൻ്റെ തല കാണാതിരിക്കാൻ വേണ്ടി വെളിയിൽ കിടന്ന് കറങ്ങി. ഇനി പറ്റൂല. എന്തായാലും അവനെ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. ഉറപ്പാണ് അത് കിച്ചുവാണ്. ഡോക്ടർ പറഞ്ഞ പോലെ കിച്ചുവിന്റെ മാറ്റങ്ങളാണ് ഇതെല്ലാം. കിച്ചു ഇതുവരെ കിടന്നില്ലേ? ഇല്ല, കിടന്നില്ല. അഖിയേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? രാവിലെ കണ്ടതാണല്ലോ, പിന്നെ ഇവിടെ ഒന്നും കണ്ടില്ല. ഞാൻ നോക്കിയിട്ട് എവിടെയായിരുന്നു? ഓ, അതാണ് കിച്ചു. അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാ. എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അത് അവനായിട്ട് ഷെയർ ചെയ്യാൻ പോയതാ. സമയം ഇപ്പൊ തന്നെ 10 ആയല്ലോ. നീ പോയി കിടക്കാൻ നോക്ക്.
ശരി എന്നാ ഞാൻ പോവാണേ. ഗുഡ് നൈറ്റ്. ഇതെന്ത് റോക്കറ്റോ? ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഡോ 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 അതെ ആക്കിയേട്ടാ അവിടെ നിന്നേ. താനാ ആസിമിനെ കാണാൻ പോയതല്ലേ? എന്തുവാ ഈ പാതിരാത്രിയൊക്കെ അവനെ കാണാൻ പോകുന്നേ? അല്ല, ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ അവനെ കാണാൻ പോയെന്ന്. അല്ല, അവനെ കാണാൻ പോയെങ്കിൽ തന്നെ ഇപ്പൊ എന്താ നിനക്കെന്താ? ഞാനും അവനായിട്ടുള്ള റിലേഷൻ എന്താന്ന് അറിയത്തില്ലേ? എന്താ നിന്റെ പ്രശ്നം? എന്താ ഇപ്പോ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഗിച്ചു. വയ്യാത്തല്ലേ? അതെ, എനിക്ക് കൂടുതൽ വയ്യായിക ഒന്നുമില്ല. ഇനി താനായിട്ട് അഗേട്ടനായിട്ട് പറഞ്ഞ് എനിക്ക് വയ്യായികൊന്നും കൂട്ടണ്ട. ഓക്കെ, ഈ എപ്പോഴെപ്പോഴും ആ ആസിനെ കാണാൻ പോകുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇപ്പോഴേ പറഞ്ഞേക്കാം. അവൻ ആരാ? നിങ്ങൾ തമ്മിലുള്ള റിലേഷനൊക്കെ എനിക്കറിയാം, എന്നാലും അതത്ര ശരിയൊന്നുമല്ല. ഗുഡ് നൈറ്റ്. അതെ കിച്ചു, നിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? ഭയങ്കര വെറീഡായിട്ട്. നിനക്ക് ഇങ്ങനെയൊന്നല്ലല്ലോ ആസിയേട്ടാന്ന് പറഞ്ഞു ഭയങ്കര കാര്യമായിരുന്നല്ലോ. എന്നിട്ടെന്താ ഇപ്പൊ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, ഇൻകേസ് ഞാൻ അവനെ കാണാൻ പോകുന്നതിന് തന്നെ നിനക്കെന്താ കുഴപ്പം? നിന്നെ പോലെ നീ എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് അവനും. അതാദ്യം നീ മനസ്സിലാക്ക്. ആസിയേട്ടനാ? ഓ, ആ പന്ന തലതിരിച്ച എൻ്റെ അനിയൻ. അവ എന്തൊക്കെയാണാവോ ഇവിടെ ഉള്ളവരെയൊക്കെ വിളിച്ച് വെച്ചിരിക്കുന്നത്. അതെങ്കിലും അറ്റ്ലീസ്റ്റ് കാപ്പറക്കിക്ക് പറഞ്ഞു തന്നൂടായിരുന്ന. ഞാനെങ്ങനെയാ തനിക്ക്? അതാദ്യം പറ. അല്ല, ആക്കിയേട്ടന് ഞാനെങ്ങനെയാ? എന്നിട്ട് തീരുമാനിക്കാം എന്നെ പോലെയാണോ അവനെ കാണണേന്ന്. അത് പറ. നീ എങ്ങനെയാ എനിക്കെന്ന് നിനക്ക് അറിയത്തില്ലേ? നീ എന്റെ അനിയനല്ലേ, എന്റെ പുന്നാര കിച്ചു. എനിക്ക് ശരിക്കും അനിയന്മാരൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഇന്ദിരയെക്കാളും ആദമിനെക്കാളും ഒക്കെ നിന്നെ ഇഷ്ടം. നിന്നെക്കാളും പാവമായിട്ട് ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോ എന്റെ കിച്ചു എനിക്ക് ആരാന്നത് പിടികിട്ടില്ലോ. അപ്പൊ ഇനി പോയി കിടന്നുറങ്ങും കൂടെ. അല്ല, നിക്ക് ഒരു കാര്യം കൂടെ. പൊന്നോ, ഇനി എന്താടാ പറ. അപ്പോ അച്ചു ആരാ? അഖിലേട്ടന്? അച്ചു അച്ചു, ബാക്കി പറ. അച്ചു എനിക്ക് അച്ചു നിനക്ക്? അച്ചു എനിക്ക് ആരെയാ? അച്ചു എനിക്ക് നിന്നെപ്പോലെ തന്നെയാ, ഹനിയൻ. എന്താ? ഒന്നുമില്ല. എനിത്തിങ് എൽസ്? ഇനി എന്തെങ്കിലും ഉണ്ടോ എന്റെ കിച്ചുവിനറിയാൻ? ആക്ച്വലി ഇനി അറിയാനല്ല, പറയാനുള്ളത്. അച്ചു പറയാൻ പറഞ്ഞു. അച്ചുവിന് അഖിയേട്ടൻ ഒരിക്കലും കിച്ചു കാണും പോലെ അഖിയേട്ടനെ കാണാൻ പറ്റില്ല എന്ന്. അതായത് അച്ചുവിന് അഖിയേട്ടൻ ഒരിക്കലും ഒരു ബ്രദർ അല്ല എന്ന് പറയാൻ പറഞ്ഞു. പിന്നെ അതിൽ കൂടുതൽ എന്താന്ന് ചോദിച്ചാ എന്താ അഖിയേട്ടൻ്റെ അടുത്ത് അച്ചു വരുമ്പോൾ എന്തിനാ അഖിയേട്ടൻ ഇത്ര ടെൻഷനാവുന്നേന്ന് ചോദിക്കാൻ പറഞ്ഞു. ദാ ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ വേർത്തൊലിച്ച് എന്തിനാ? അതെന്താ അങ്ങനെ? ഒരു ബ്രദർ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ ടെൻസ്ഡ് ആവേണ്ട കാര്യമില്ലല്ലോ അഖിയേട്ടാ. കാര്യമില്ല. കിച്ചു, നീ കളിക്കല്ലേ, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതെങ്ങനെയാ അഖിയേട്ട ഇവിടെ നിൽക്കുമ്പോൾ കിച്ചു ഉറങ്ങുന്നേ? കിച്ചിന് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. എന്നാ നീ ഉറങ്ങണ്ട, ഇവിടുത്തെ നിന്നോ, ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. അങ്ങനെ പോവല്ലേ, നിക്ക്. എന്തിനാ ആസിമിൻ്റെ അടുത്ത് എപ്പോഴും പോകുന്നേ? അത് അച്ചുവിന് ഇഷ്ടമല്ലല്ലോ. കിച്ചു,
നിന്റെ അച്ഛന് ഇഷ്ടമുള്ള എനിക്ക് നടക്കാൻ പറ്റുമോ? അതെന്താ അവൻ ഇഷ്ടമുള്ള നടന്നാൽ? ആ എന്താ നടന്നാൽ? കിച്ചു, അതെ, ഇത്രയേ ഉള്ളൂ നിങ്ങൾ. എൻ്റെ ലിസ്റ്റിൽ ഒന്നാമത് നിങ്ങളുടെ പേരാ. ഒരിക്കലും അത് ചെയ്തത് നിങ്ങളാവാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം, കേട്ടോ? അപ്പോൾ ഇനി അസീരുടെ അടുത്ത് പോവുകയാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണേ, ഒറ്റയ്ക്ക് പോകണ്ട കേട്ടോ. അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. എനിക്കിതെന്താ പറ്റുന്ന? കിച്ചു ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. മാറിയെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഇതൊരു 1.5 മാറ്റമായിപ്പോയി. ആ ഇന്ദ്രിയാവണം കണ്ടിരുന്നെങ്കിൽ. ഞാനാദ്യം കണ്ടേന് ഇവനെന്താ കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലാവാത്ത. ഇനി ഇത് അച്ചോങ്ങണായിരിക്കോ? ഇല്ല, അങ്ങനെ ആവാൻ യാതൊരു ചാൻസും ഇല്ല. പക്ഷെ കാണിക്കുന്ന പറയുന്നേട്ടതൊന്നും അച്ഛൻ എന്നോട് മുമ്പ് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്നു. എന്റെ ദൈവമേ, ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ. ഈ ചെറുക്കന് വന്ന് കുറച്ച് കുസൃതി കൂടുന്നുണ്ട്. ഭാഗ്യം ആ ഇന്ദ്രിയൊന്നും കാണാത്തത്. എന്നാ പിന്നെ ഇനി അവൻ അത് മതി എന്റെ മക്കിട്ട് കയറാനായിട്ട്. ദൈവമേ, ഈ ചെറുക്കന് നല്ല ബുദ്ധി നീ തോന്നിപ്പിക്കണേ. ഓ, ഈ നാശം അടുത്തത് ഉള്ള മൂട് കളയാനായിട്ട്. ഇത് ഉറങ്ങിയില്ലായിരുന്നു. ഒന്ന് മാറോ, ഞാൻ ആ ബെഡ്ഷീറ്റ് ഒന്ന് എടുക്കട്ടെ. മാറ്. എന്തിനാ കിച്ചു ഷീറ്റ് എടുക്കുന്നേ? നീ ഇതെങ്ങോട്ടാ പോകുന്നേ? ഇവനെ അങ്ങ് ചവിട്ടി കൊന്നാലാ? അല്ലെങ്കിൽ വേണ്ട. ഞാനോ? ഞാനേ 2 വാണം അടിക്കാൻ പോവാ. എന്താ വരുന്നോ? മിണ്ടാ കേൾക്കണോ? ഉറങ്ങടാ. അവൻ്റെ കുശലാന്വേഷണം. എന്താ കിച്ചു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്കിത് ആരാ പറഞ്ഞെന്ന് ഇങ്ങനെയൊക്കെ? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്താ പറ്റി? ഓ പിന്നെ, കിച്ചുവിന് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വേദത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് തോന്നുന്ന പോലെ സംസാരിക്കും. മാറില്ലടാ അങ്ങോട്ട്. ഒരമ്മേടാ. കിച്ചു നിക്ക്. അറിയാം കിച്ചു, നിന്റെ ചേട്ടൻ ഒരുത്തം വന്ന് എന്നെ പോറിയിട്ട് പോയേണ്ട ധൈര്യത്തിലാ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേന്ന്. ഓ, കിച്ചു അല്ല, അങ്കിൾ ശിവപ്രസാദിന്റെ ഒരേ ഒരു അനിയൻ, കാളിദാസ് ശിവപ്രസാദ്. ശരിയാ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ സമ്മതമില്ലാതെ അയാളെ ബലമായിട്ട് റേപ്പ് ചെയ്യുന്നത് തെറ്റ് തന്നെയാ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാ അവ അടിച്ച ഓരോ അടിയും ഞാൻ കിടന്ന് കൊണ്ടതും അവൻ കുത്തിയപ്പോ ഞാൻ റിയാക്ട് ചെയ്യാത്തതും. അല്ലാതെ എനിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അതിന് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാ നോ വേ. എന്തിന്? എന്റെ പ്രോപ്പർട്ടീനല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാതെ കണ്ടവന്റെ അല്ലല്ലോ. പിന്നെ എന്നെക്കാൾ അവകാശം ചിലപ്പോ അവന് കാണും. അത് നീ തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് എന്നെക്കാൾ വലുതാണെന്ന് അവനെ. ആയിക്കോട്ടെ, പക്ഷേ ഞാൻ നിന്നെ വെറൊരു സെക്സ് ടോയ് ആയിരുന്ന സമയത്താണ് നീ ഇങ്ങനെയൊക്കെ എന്നോട് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നും പറഞ്ഞ് ഞാൻ മാറിയിരുന്നേനെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. എന്താന്നറിയില്ല, നീ എവിടേക്കോ എന്റെ ആരൊക്കെയോ ആയി തുടങ്ങിയോ എന്നൊരു ഡൗട്ട്. അങ്ങനെ ആയാലായില്ലെങ്കിലും ഇന്ദ്രജിത്ത് കാളിദാസിനെ കളയാൻ പോകുന്നില്ല. അതിന് ഏത് രീതി വേണോ നിനക്കെടുക്കാം. ഒരു 1 hour ഞാൻ നോക്കും. അത് കഴിഞ്ഞ് നീ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ തിരക്കി അങ്ങോട്ട് വരും. കൂടിപ്പോയ ഗസ്റ്റ് റൂം. അതിനപ്പുറം നീ എങ്ങോട്ട് പോകാനാണ് കാളിദാസ്? ഐ നോ, നീ എന്റെയാ, എന്റെ മാത്രം. അങ്ങനെ എന്നിൽ നിന്ന് നിനക്ക് ഒളിച്ചോടാൻ പറ്റില്ല കിച്ചു. പറ്റില്ല എന്ന് മാത്രമല്ല, അതിന് ഇന്ദ്രജിത്ത് സമ്മതിക്കേയില്ല. ഞാൻ അനുഭവിക്കേണ്ടത് അങ്ങനെ മറ്റുള്ളവർ അനുഭവിക്കണ്ട, കേട്ടോ? അമ്മമാരൊക്കെ എവിടെയാന്ന് പോലെ ആരാ? ഇതെന്താ ഇവിടുത്തെ ലൈറ്റ് ഇട്ടേക്കുന്നത്? ആരും കിടന്നില്ല. കിച്ചു, നീ കിടന്നില്ലേ? നീ എന്താ മോനെ ഇവിടെ വന്നിരിക്കുന്നേ? എന്തേലും വയ്യായികയുണ്ടോ? അതുമിച്ചായൻ.
ഇല്ല, വയ്യായിക്കൊന്നുമില്ല. കിടന്നിട്ട് ഉറക്കം വന്നില്ല, അതുകൊണ്ട് ഇവിടെ വന്ന് നിന്നതാ. പിന്നെ ഗസ്റ്റ് റൂമിലാണ് കിടക്കുന്നത്. എന്തോ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ടങ്ങ് ഒത്തുപോകാൻ പറ്റുന്നില്ല പഴയതുപോലെ. ഓക്കെ ആവുമായിരിക്കുമല്ലേ? അല്ല, എൻ്റെ ചേട്ടനുമായിട്ടുള്ള ലൈഫൊക്കെ എങ്ങനെയുണ്ട്? എൻ്റെ ചേട്ടൻ്റെ അടുത്ത് എടുക്കുന്ന നമ്പരൊക്കെ പതഞ്ഞു തുടങ്ങിയോ? നമ്പരോ? നീ എന്താ ഉദ്ദേശിച്ചേ? എന്താ കിച്ചു നിനക്ക്? മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മാറുമോ? ഞാൻ കണ്ട കിച്ചു ഇങ്ങനത്തെ ആളെയല്ല. അല്ല, എന്താ നീ എന്താ ഉദ്ദേശിച്ചേ? നിൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഞാൻ എന്ത് നമ്പർ എടുത്തെന്നാ? നോക്ക്, എനിക്ക് പണ്ടത്തെ പോലെ നിങ്ങളാരെയും ബഹുമാനിക്കാനോ അല്ലെങ്കിൽ ഇച്ഛായ ഏട്ട എന്നൊക്കെ പറഞ്ഞ് നടക്കാനോ പറ്റത്തില്ല. മാറ്റം എല്ലാവർക്കും നല്ലതാണല്ലോ. അല്ല, എല്ലാവർക്കും അനിവാര്യമാണല്ലോ ആദ്യം ഇച്ഛായ. എനിവേ, അഭിനയിക്കരുത്. അത് ചിലപ്പോൾ കാശിനാഥ് എന്ന് പറയുന്ന എൻ്റെ ചേട്ടൻ്റെ അടുത്ത് നടക്കും, എൻ്റെ അടുത്ത് നടക്കത്തില്ല. അഭിനയം ഒരുപാട് ഞാൻ കണ്ടതാണ്. അതൊന്നും ഇനി എൻ്റെ അടുത്ത് വില പോവില്ല. ഏതായാലും ആക്ടിംഗ് ഒക്കെ നടക്കട്ടെ. എവിടം വരെ കഥ ഓട്ടിക്കുമെന്ന് ഞാനും ഒന്ന് കാണട്ടെ. ആദം സക്കറിയ ജോൺ അല്ലേ? അനിയൻ നാളെ വരുമല്ലേ? യുദ്ധക്കളത്തിൽ പുതിയൊരു ബടൻ. മേ ബി ഒരു പക്ഷേ ആദമിനേക്കാളും ആദമിച്ചായനേക്കാളും എനിക്ക് ആദമിച്ചായൻ്റെ അനിയനെ നന്നായിട്ടറിയാം. നന്നായിട്ട്. നാളെ ഞങ്ങൾ കാണുമല്ലേ, വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൂടി. ബന്ധം പുതുക്കാം, ഒപ്പം പലരുടെയും കളികളും പുറത്തു കൊണ്ടുവരാമല്ലോ. അപ്പോൾ ഇതിലൊന്നും ആദമൊന്നും ചെയ്യുന്നില്ല എങ്കിൽ യു വിൽ ബി സേഫ്. വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അച്ചു ആരാന്ന് ആദം സക്രിയ ജോൺ അറിയും. അങ്കിത് ശിവപ്രസാദ് ആരാന്ന്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഒന്നും എനിക്ക് മനസ്സിലായില്ലല്ലോ. എവീത് എന്തൊക്കെ വിളിച്ചു പോയി പറഞ്ഞിട്ട് പോയേ? ഞാനെന്ത് ചെയ്തെന്നാ? അഭിനയം, നാടകം. ഇനി കാശിയുടെ അടുത്ത് ഞാൻ കാണിക്കുന്നത് ഇന്ദ്ര ഇവനോട് കാണിച്ച പോലത്തെ അഭിനയം അങ്ങനെ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമോ? ഞാനിനി ആരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും ദൈവമേ എനിക്ക് കാശി ശരിക്കും ഇഷ്ടമാണെന്ന്. എൻ്റെ കർത്താവേ, ഏത് നേരത്താണാവോ ആ പോങ്ങൻ്റെ കൂടെ കൂട്ടുകൂടാൻ തോന്നിയത്. അവൻ കാരണം ഇപ്പം എനിക്ക് തലവേദന തന്നെ. കിച്ചു, നീ റൂമിലോട്ട് വരുന്നില്ലേ? നീ ഇത് എവിടെ പോയതായിരുന്നു? ഞാൻ ഗസ്റ്റ് റൂമിൽ നോക്കിയപ്പോൾ കണ്ടില്ല. എവിടെ പോയതാ? ഇതെനിക്ക് വല്ലാത്ത കുരിശായല്ലോ ദൈവമേ. അതെ, ഞാൻ തന്നോട് എന്ത് പണഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്? ഞാൻ കിടന്നുറങ്ങാൻ പോവാ. വന്ന് കിടന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. അതുകൊണ്ട് കുറച്ച് കാറ്റ് കൊള്ളാനായിട്ട് ആ ബാൽക്കണിയിലോട്ട് പോയതാ. ഇനി വല്ലതും അറിയണോ? തനിക്ക് ഉറക്കമൊന്നുമില്ലേ? താൻ എന്തിനില്ല പട്ടി മണത്തിൻ്റെ പിറകെ വരുമ്പോൾ ഇങ്ങനെ മണത്ത് നടക്കുന്നേ? താനൊരു വല്ലാത്ത ശല്യമാണല്ലോടോ. തന്നെ എങ്ങനെ ഞാൻ ഇത്രയും നല്ല സഹിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒന്ന് പോടോ. കിച്ചു, ഞാൻ അങ്ങനെ വന്നതല്ല. നീ തെറ്റിദ്ധരിച്ചതാ. ഞാൻ നിന്നെ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാ. നീ ഉറങ്ങിയോ ഇല്ലേന്ന് അറിയാനായിട്ട്. നീ വെറുതെ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ. പിന്നെ താനല്ലേ വെറുതെ വരുന്നേ? എടോ, തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. തനിക്ക് തരിച്ചപ്പോൾ താൻ ഇങ്ങോട്ട് വന്നതല്ലേ? തൻ്റെ തരിപ്പ് മാറ്റണോ? ഇപ്പൊ മാറ്റണോ? എന്താ കിച്ചു ഇതൊക്കെ? നിനക്കിതൊക്കെ ആരാ പറഞ്ഞു തന്നെ? നീ ഇങ്ങനെയൊന്നും അല്ല. എന്റെ കിച്ചു ഇതല്ല. നീ ഒരുപാട് മാറിപ്പോയി. ഇങ്ങനത്തെ ബാഡ് ലാംഗ്വേജസ് ഒക്കെ ഇതൊക്കെ ആരാ നിനക്ക് പറഞ്ഞു തന്നെ? അപ്പം അങ്ങനെയാണോ? അപ്പം നിന്റെ കിച്ചു ഇതല്ല, നിന്റെ കിച്ചു ഇങ്ങനെയല്ല. ഓക്കെ, എന്നാൽ നിന്റെ പഴയ കിച്ചു ആവണോ ഞാൻ? ആവാം. എങ്ങനെയായിരുന്നു? ഇന്ത്യ, നിനക്കിനെ ഒരുപാട് ഇഷ്ടമാണ് ഇന്ത്യ. മതിയോ? ദേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ അടുത്ത് ഒലിപ്പിക്കാനോ നിന്റെ പിറക്കം ഒളിപ്പിച്ചുകൊണ്ട് നടക്കാനൊന്നും പഴയ കിച്ചു അല്ല ഞാൻ. ഇങ്ങനെ എന്നെ സഹിക്കാൻ പറ്റും നീ അങ്ങോട്ടോളം ഉണ്ടാക്കിയാൽ മതി. പിന്നെ 24 മണിക്കൂറും മറ്റേത് പൊക്കി പിടിച്ച് തരിക്കുന്നു പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് സെക്സ് ചെയ്യാനും ഉണ്ടാക്കാനുമാണ് നിന്റെ കാമപ്രാന്ത് മൂത്ത സ്വഭാവം കൊണ്ട് എൻ്റെ അടുത്ത് വന്ന. അപ്പം നീ അറിയും പുതിയ കിച്ചു ആരാന്ന്. മര്യാദയ്ക്കാണെങ്കിൽ ഇന്ദ്രജിത്തെ ഞാനും മര്യാദയ്ക്കും. പോയി കിടന്നുറങ്ങ. വെറുതെ എൻ്റെ പുറകെ മണത്തോട്ട് നടക്കാതെ. പിന്നെ പട്ടിക്കുമുണ്ട് നിന്നെക്കാളും അന്തസ്സ്.
വന്നത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നിട്ട് അത് ഏക്കാതിരിക്കാനായിട്ട് നീ പറയുന്ന നുണകളുണ്ടല്ലോ, ഓഹ് അതാണ് മോനെ ഇന്ദ്രജിത്തെ അൺസൈക്കബിൾ. അവൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്നിരിക്കുന്നത് നാട്ടാപ്പാതിരേക്ക്. എനിക്കൊന്ന് ഉറങ്ങണം സമാധാനമായിട്ട്. ഇനി മേല ഈ റൂമിൻ്റെ വാതിലങ്ങനെ നീ കൊട്ടണം, അപ്പം അറിയും. ഇപ്പൊ നീ പോ. എത്ര നാൾ അവന്റെ ധൈര്യത്തിൽ നീ ഇങ്ങനെ കളിക്കും കിച്ചു. നിന്നെ ഒന്ന് അടുത്ത് കിട്ടുന്ന സമയം എനിക്ക് വരും. അന്ന് നിന്നെ രക്ഷിക്കാനായിട്ട് നിന്റെ ചേട്ടന്മാരാരും കാണില്ല. ഞാനും നീയും മാത്രം, നമ്മുടേതായിട്ടുള്ള ഒരു ലോകം. അന്ന് നീ എന്റേത് മാത്രമായിരിക്കും, എന്നേക്കുമായിട്ട് എന്റേത് മാത്രം, എന്റെ മാത്രം പ്രോപ്പർട്ടി. അതമേ, ആൽവി എപ്പോഴാ വരുന്നേ? ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞായിരുന്നോ? വിളിച്ചായിരുന്നോ? അവൻ എവിടെ എത്തിയെന്ന് വല്ലതും പറഞ്ഞോ? ആ മുത്തശ്ശ അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഓൺ ദ വേയാ. അവൻ വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞേ, ഇപ്പം എത്തുമായിരിക്കും. അഗി, ഇന്ന് നീ ഓഫീസിൽ പോകുന്നുണ്ടോ? അല്ല, ഇന്ന് ആൽവിയും വരുന്നതല്ലേ. ഞാൻ പൊയ്ക്കോളാം, ഞാൻ ഹാൻഡിൽ ചെയ്യാം. മോനിന്ന് പോണ്ട. അതിന്റെ ആവശ്യമില്ല അച്ഛാ. വെറുതെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ ദേവച്ചാ? ഞാൻ പോവാ, ഞാൻ ഓഫീസിൽ പോവാം. ഇവ എന്തിനാ എന്നെത്ര നോക്കുന്നേ? ഓ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് പൊന്നത്തുണ്ടി. എന്റെ അഗി, ഇന്ന് ഒരു ദിവസത്തേക്ക് ലീവ് എടുക്കുക. എല്ലാ ദിവസവും നീ ഇങ്ങനെ ഓഫീസിൽ പോവാനായിട്ട് എന്താ? ഓഫീസിൽ പോണ്ട. ഇന്ന് അച്ഛൻ തന്നെ ഹാൻഡിൽ ചെയ്തോ. ആൽവി വരുന്നതല്ലേ. ഇത്രയൊക്കെ നോക്കണ്ടെന്ന് വിചാരിച്ചാലും അവന്റെ മുഖത്ത് നോക്കാതിരിക്കാൻ പറ്റുന്നു. അവ എന്തിനാ അഗിയെ നോക്കുന്നേ? ഓ, ഈ ചെറുക്ക് എന്നെ പറയിപ്പിക്കും. എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? അവനെന്തെങ്കിലും മാനസിക കുഴപ്പം കാണും. എന്റെ ദൈവമേ, എന്ത് രസവാ. മുമ്പ് കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ വട്ട് വന്ന് കാണും. ദൈവമേ, ഇവനായിരിക്കല്ലേ. ഇവന്റെ ഭർത്താവല്ലേ ഇവന്റെ അടുത്തിരിക്കുന്നേ. ഇവൻ എന്നിട്ട് ഒരു പേടിയില്ലേ? അല്ലെങ്കിൽ എങ്ങനെ ഭർത്താവിന് കഴിവിൽ എന്നെ ചെറിഞ്ഞു നോക്കണം. ഹലോ, കഥകൊക്കെ തുറന്നിട്ട് എല്ലാരും ഫുഡ് അടിയായിരുന്നല്ലേ? വെറുതെ അല്ല ഞാൻ അവിടെ നിന്ന് ഘോരമായി ബെല്ലടിച്ചിട്ട് ആരും കേൾക്കാത്തത്. കഥക് തുറന്നിട്ടേക്കുന്നോണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഇല്ലെങ്കിൽ എന്നെ ആലയിക്കാനായിട്ട് അങ്ങോട്ട് ആരും വരത്തില്ലാന്ന് ഇതോടെ മനസ്സിലായി. അതേ, വല്ലതും കഴിക്കാനുണ്ടോ ഇവിടെ? അതെന്ത് ചോദ്യാടാ? നിനക്ക് കഴിക്കാനല്ലേ ഇവിടെ ഫുഡുള്ളേ. വാ, വന്നിരിക്കും. സുഖാണോ നിനക്ക്? പിന്നെ എനിക്ക് പരമസുഖം. ആൻഡ് ന്യൂ മാരീഡ് കപ്പിൾസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഹാപ്പി അല്ലേ? ആൻഡ് മൈ ഫേവറേറ്റ് പേഴ്സൺ ഇന്ദ്രജിത്ത്. മാൻ, ഹൗ ഈസ് യുവർ ലൈഫ്? നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു സീക്രട്ട് ഞാൻ പറയട്ടെ. ഇന്ദ്രജിത്തിന്റെ, ഇന്ദ്രേട്ടന്റെ ഹസ്ബൻഡ് ഈസ് മൈ ഫ്രണ്ട് അല്ലേ കാളി? വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് അല്ല, വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ ആൽവി? ഓഫ് കോഴ്സ്, ഞങ്ങള് നല്ല ഫ്രണ്ട്സാ. നല്ല ചേഞ്ച് ഉണ്ട് കളി നിനക്ക്. എനിവേ, ഞങ്ങൾ ഇതുവരെ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ദ്രേട്ടൻ കിട്ടിയത് കാളിനെയാന്ന് പറഞ്ഞപ്പോ ഐ എം സോ ഹാപ്പി. ഞങ്ങളുടെ ഇടയിൽ ഒരു ഇടങ്കോല് വന്നതുകൊണ്ടാണ് ഞങ്ങൾ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലാതിരുന്നത്. ആൻഡ് നൗ വി ആർ അഗൈൻ ഫ്രണ്ട്സ്. ഞങ്ങൾ വീണ്ടും ഫ്രണ്ട്സ് ആവാൻ പോവാ അല്ലേ കാളി? പിന്നെ നമ്മൾ വീണ്ടും ഫ്രണ്ട്സ് ആവാൻ പോവാ. ഇതാരാ? ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇന്ന് ഇവിടെ വരാന്ന് പറഞ്ഞിരുന്നോ ഇത്ര രാവിലെ? നീയേ വരുന്ന കാര്യം വിളിച്ചു പറഞ്ഞു. ഇനി പറയാതെ ആരാ വരുന്നത്? ഞാൻ പോയി നോക്കിട്ട് വരാം, നിങ്ങൾ സംസാരിക്കും. എനിവേ കാളി, എങ്ങനെയുണ്ട് എന്റെ ഇന്ദ്രേട്ടനായിട്ടുള്ള ലൈഫ്? ഹാപ്പി ഓർ സാഡ്? എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിന്ന് ഞാൻ അറിഞ്ഞു. ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിഞ്ഞില്ല. എന്നാലും ഹാപ്പി അല്ലടോ താൻ ഈ ലൈഫിൽ? പുള്ളിക്കാരൻ പൊളിയാ. റൊമാൻസ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അടാ റൈറ്റവാ. വിട്ടുകളയണ്ടോ, ചില്ലായിട്ടിരിക്കും. പിന്നെ അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ ഇപ്പോൾ പച്ചാനത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, നീ എന്താന്ന് സസ്പെൻഷൻ വാങ്ങിച്ചോണ്ട് പോയിട്ട് പിന്നെ കാനഡയിൽ പോയി ജോയിൻ ചെയ്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യാത്ത?
ഓ കാളി, ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. ഇതിനൊക്കെ കാരണം നിന്റെ ബ്രദർ അല്ലേ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ കയറിയ ആ അങ്കിത്. അവൻ നമ്മുടെ ഇടയിൽ കയറിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കൂടെയായിരുന്നു. സാരമില്ല, ഒരു ചെറിയ ഗ്യാപ്പ് വന്നു, 2-3 വർഷത്തെ. അതിനിപ്പോ എന്താ, നമ്മൾ വീണ്ടും കണ്ടില്ലേ. വി സ്റ്റാർട്ട് അഗെയിൻ, ഓക്കെ? ഓ, ഇപ്പം അച്ചുവാണോ തെറ്റുകാരൻ? അല്ല, അച്ചു എന്നോട് ഏതാണ്ടൊക്കെ പറഞ്ഞായിരുന്നു. നീ എന്തൊക്കെയോ പറഞ്ഞു എന്നോ നീ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ അന്ന്. അതുകൊണ്ട് അച്ചു നിന്നെ തല്ലിയെന്നാ എന്നോട് പറഞ്ഞത്. എന്താന്ന് ശരിക്കും നടന്ന സംഭവം? പിന്നെ നമ്മുടെ ഒരു കിടപ്പുവശം വെച്ച് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല. അച്ചു ചിലപ്പോൾ വല്ലതൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ പറഞ്ഞാലോ. എന്നാലും നീ എൻ്റെ ഫ്രണ്ടല്ലേ, നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എൻ്റെ ബ്രദറൊക്കെ. അത് നീ പറഞ്ഞ ശരിയാ. അവൻ പറയുമ്പോ എല്ലാം കൂട്ടിയും കുറച്ചും തന്നെ പറയുമല്ലോ. എനിക്കറിയാം നിന്റെ ചേട്ടനൊക്കെ ശരിയാ, പക്ഷെ പക്ക ഫ്രോഡാ. നുണയും കുണ്ടടിയും മാത്രമേ അവന്റെ വായിന്ന് പുറത്തു വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നതൊന്നും എന്റെ മോക്കിച്ചു കാളി നീ വിശ്വസിക്കരുത്. നമുക്ക് പിന്നോട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് പറയാം, സമയമുണ്ടല്ലോ. ഇനി ഞാൻ ഇവിടെ തന്നെയാ നിന്റെ കൂടെ, നീയും ഇവിടെ തന്നെ ആണല്ലോ. പിന്നെ ഞാൻ ഇവിടെ തന്നെ കാണും, എവിടെ പോവാനാ? ശുദ്ധകലശം തീരാതെ നമ്പൂതിരിക്ക് തറവാട് വിട്ട് വെളിയിൽ ഇറങ്ങിക്കൂടുന്നല്ലേ. അപ്പം പിന്നെ ഞാൻ എങ്ങനെ പോവാൻ ആൽവി? ഞാനിവിടെ തന്നെ കാണും. നമുക്ക് പതുക്കെ പരിചയപ്പെടാം. അല്ല, പതുക്കെ പരിചയം പുതുക്കാം. ഓക്കെ മുത്തശ്ശ, ദേവച്ച, ദേ ഒരു ഗസ്റ്റ് ഉണ്ട്. പറയാതെ അറിയാതെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിപ്പോയതെന്നാ തോന്നുന്നേ. ഇപ്പൊ തിരിച്ചു വന്നേക്ക അനിയനോടും മുത്തശ്ശനോടും ചെറിയച്ഛനോടൊക്കെ. പുള്ളിക്കാരൻ ഇപ്പൊ അടങ്ങാത്ത സ്നേഹം എന്നാ പറയുന്നേ. ഇങ്ങോട്ട് വിളിക്കട്ടെ. അർജുൻ, അർജുൻ വാസുദേവ ശങ്കർ, മൈ ഡിയർ ബ്രദർ, പ്ലീസ് കം ഓൺ. എടാ പുന്നാര അനിയ, പറഞ്ഞെന്റെ എൻട്രി കൊളാക്കല്ലേടാ. ഞാനൊന്നും മാസമായിട്ട് കേറി വരുമായിരുന്നല്ലോ. ഓഹ്, ഇവനെക്കൊണ്ട്. മുത്തശ്ശ, അർജുനേട്ടൻ, കേറിവാടാ. നിന്റെ തന്ത കള്ള തിരുമാലി എവിടെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അവനെ ഞാനൊന്ന് കാണാതിരിക്കുക. ഒരിക്കൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിട്ട് മുങ്ങല. പിന്നെ ഇതുവരെ അവൻ പൊങ്ങിയിട്ടില്ല. ഇന്നിനിപ്പോ ഇവനും കൂടെ വന്ന സ്ഥിതിക്ക് ദേവയും പോണ്ട ഓഫീസിലെ സ്റ്റാഫ്സിനോട് വിളിച്ച് പറ, ഒന്ന് ഹാൻഡിൽ ചെയ്യേ ഇന്നൊരു ദിവസത്തേക്ക്. പിള്ളേരൊക്കെ ഉള്ളതല്ലേടാ, വീട്ടിൽ നിന്നേരെ. അല്ലെങ്കിൽ ചെറിയച്ഛനെ കോട്ടാ ഞാൻ വന്ന സമയത്തിന്. ഇന്നാരും ഓഫീസിലൊന്നും പോകാൻ പറ്റത്തില്ല. എനിക്ക് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട്. എല്ലാരും ഇവിടെ നിന്നാ മതി. എടാ ആൽവി, നീ ഇപ്പൊ വന്നേ ഉള്ളോ? ഞാൻ ഇപ്പൊ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. ഇങ്ങേരെനിക്ക് കുരിശാവും.